ഗൈസ്, ഗുഡ് ഈവനിങ്. വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. പ്രറ്റീമിസ് ആണ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ. കുറേ കാലങ്ങൾക്ക് ശേഷമാണ് നമ്മൾ കാണുന്നത്. അപ്പൊ റെസ്പിറേഷൻ ഇൻ പ്ലാന്റ്സ് ചാപ്റ്റർ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല വെയിറ്റേജിന് നമുക്ക് എക്സാമിന് വരുന്ന ഒരു ചാപ്റ്ററാണ്. അപ്പൊ ബോർഡ് എക്സാമിന് നിങ്ങൾ പഠിക്കുമ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട 2-3 പ്രോസസ്സുകളാണ് ഗ്ലൈക്കോളിസിസ്, അതുപോലെ തന്നെ ക്രെബ് സൈക്കിൾ, പിന്നെ നമ്മൾ പഠിക്കുന്നതാണ് ഇത് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ എയറോബിക്കും അനീറോബിക് റെസ്പിറേഷനും കാണുന്നുണ്ട്. അനീറോബിക് റെസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ ഓക്സിജന്റെ പ്രസൻസ് വേണ്ട, അല്ലെ? വിത്തൗട്ട് ദി പ്രസൻസ് ഓഫ് ഓക്സിജൻ ആണ് റിയാക്ഷൻ നടക്കുന്നത്. അതേസമയം എയറോബിക് റെസ്പിറേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അവിടെ എന്തുണ്ട്? പ്രസൻസ് ഓഫ് ഓക്സിജൻ ഉണ്ട്. ഓക്സിജന്റെ പ്രസൻസിൽ മാത്രമാണ് എന്ത് ചെയ്യുന്നത്? ഇവിടെ നമ്മൾ കാണുന്ന റിയാക്ഷൻസ് ഒക്കെ നടക്കുന്നത്. സോ എയറോബിക് റെസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ പ്രസൻസ് ഓഫ് ഓക്സിജൻ ആണ്. പ്രസൻസ് ഓഫ് ഓക്സിജൻ ആണ്. സോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ഓർത്ത് വെക്കാം. ഇനി ഗ്ലൈക്കോളിസിസ് എന്ന് പറയുന്നതിന് ഓക്സിജൻ ആവശ്യമുണ്ടോ? ഇല്ല. ഗ്ലൈക്കോളിസിസ് നടക്കാൻ അവിടെ ഓക്സിജൻ ആവശ്യമില്ല. കാരണം ഗ്ലൈക്കോളിസിസ് സൈറ്റോപ്ലാസത്തിലാണ് നടക്കുന്നത്. ഗ്ലൂക്കോസ് ബ്രേക്ക് ഡൗൺ ചെയ്ത് പൈറുവേറ്റ് അല്ലെങ്കിൽ പൈറുവിക് ആസിഡ് ആവുകയാണ്. 6 കാർബൺ കോമ്പൗണ്ട് ബ്രേക്ക് ഡൗൺ ചെയ്ത് 3 കാർബൺ ആയിട്ടുള്ള പൈറുവിക് ആസിഡ് ആവുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഗ്ലൈക്കോളിസിസ് അല്ലെങ്കിൽ ഗ്ലൈക്കോലൈസിസ്, ഗ്ലൂക്കോസിന്റെ ലൈസിസ് എന്ന് പറഞ്ഞ് പഠിക്കുന്നത്. ഇനി ഇവിടെ എയറോബിക് റെസ്പിറേഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ് ലീഡ്സ് ടു കംപ്ലീറ്റ് ഓക്സിഡേഷൻ ഓഫ് ഓർഗാനിക് സബ്സ്റ്റൻസസ്. കംപ്ലീറ്റ് ഓക്സിഡേഷൻ ഓഫ് ഓർഗാനിക് സബ്സ്റ്റൻസസ്, റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റ് ആണ് ഇവിടെ നമ്മൾ പറയുന്നത്. അപ്പം കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഓക്സിഡേഷൻ പ്രോസസ്സ് നിങ്ങൾക്ക് കാണാം. സബ്സ്ട്രേറ്റിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് ഓക്സിഡേഷൻ നടന്നിട്ട് എന്ത് പ്രോഡക്റ്റുകളാണ് ഉണ്ടാവുന്നത്? കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും അതുപോലെ തന്നെ എനർജിയും. കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടർ ആൻഡ് എനർജിയാണ് ഇവിടെ ഉണ്ടാവുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ആൻഡ് ഗ്ലൈക്കോളിസിസ് സൈറ്റോപ്ലാസത്തിലാണ് എങ്കിൽ നമ്മുടെ ഈ പറയുന്ന സൈക്കിൾ നടക്കുന്നത് അല്ലെങ്കിൽ എയറോബിക് റെസ്പിറേഷൻ നടക്കുന്നത് എവിടെയാണ്? മൈറ്റോകോൺട്രിയയിൽ വെച്ചിട്ടാണ്. മൈറ്റോകോൺട്രിയനെ നമ്മൾ പവർ ഹൗസ് ഓഫ് ദ സെൽ എന്നൊക്കെ പറഞ്ഞിരുന്നു. സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫ് ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നതാണ്. എന്തുകൊണ്ടാണ് പവർ ഹൗസ് ഓഫ് ദ സെൽ എന്ന് പറയുന്നത്? കാരണം ഇവിടെയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള ബ്രേക്ക് ഡൗൺ നടന്ന് എനർജി അല്ലെങ്കിൽ ATP സിന്തസിസ് നടക്കുന്നത്. സോ ദിസ് ക്രൂഷ്യൽ ഇവന്റ്സ് ഇൻ എയറോബിക് റെസ്പിറേഷൻ ആർ. എയറോബിക് റെസ്പിറേഷനിൽ എന്തൊക്കെ പ്രോസസ്സ് നടക്കുന്നു? ഒന്നാമത്തേത് കംപ്ലീറ്റ് ഓക്സിഡേഷൻ ഓഫ് പൈറുവേറ്റ് ബൈ സ്റ്റെപ്പ് വൈസ് റിമൂവൽ ഓഫ് ഓൾ ഹൈഡ്രജൻ ആറ്റം ലീവിംഗ് 3 molecules of CO2, that is ഓക്സിഡേറ്റീവ് ഡീകാർബോക്സിലേഷൻ ആൻഡ് ക്രെബ് സൈക്കിൾ. ആദ്യത്തെ പ്രോസസ് എയറോബിക് റെസ്പിറേഷൻ എന്ന് പറയുമ്പോൾ അവിടെ ആദ്യം നടക്കുന്ന പ്രോസസ് എന്ന് പറയുന്നത് എന്താണ്? ഓക്സിഡേറ്റീവ് ഡീകാർബോക്സിലേഷൻ ആണ്. ക്രെബ് സൈക്കിൾ, പിന്നെ ക്രെബ് സൈക്കിളുമാണ് നടക്കുന്നത്. അതെന്താണെന്ന് നമ്മൾ ആ സൈക്കിൾ പഠിക്കുമ്പോൾ മിസ് പറഞ്ഞു തരാം. രണ്ടാമത്തേത് passing of electrons removed as part of hydrogen atom to molecular oxygen with simultaneous synthesis of ATP, that is ETS and oxidative phosphorylation. ആദ്യം നടക്കുന്നത് എന്താണ്? ഓക്സിഡേറ്റീവ് ഡീകാർബോക്സിലേഷനും പിന്നെ ക്രെബ് സൈക്കിളുമാണ്. TCA സൈക്കിൾ എന്നൊക്കെ നമ്മൾ പറയുന്നതാണ്. രണ്ടാമത് നടക്കുന്നത് എന്താണ്? സിന്തസിസ് ഓഫ് ATP, അല്ലെ? അവിടെ ഈ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം നടക്കുന്നുണ്ട്, കൂടാതെ ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷനുമാണ് നടക്കുന്നത്. ഇതാണ് രണ്ടാമത്തെ പ്രോസസ് എന്ന് നമ്മൾ പറയുന്നത്. ഇനി അടുത്ത നമുക്ക് നോക്കാം. The first process takes place in the matrix of the mitochondria. അതായത് ഇതാണ് നമ്മുടെ മൈറ്റോകോൺട്രിയ എങ്കിൽ ഇതാണ് നമ്മുടെ മൈറ്റോകോൺട്രിയ എന്ന് വിചാരിക്കാം. അപ്പം ഇതാണ് ഔട്ടർ മെംബ്രെയിൻ, ഇതാണ് ഇന്നർ മെംബ്രെയിൻ. ഇതിന്റെ ഉള്ളിലാണ് എന്ത്? മെട്രിക്സ്. അതിന്റെ ഉള്ളിലാണ് എന്ത് നടക്കുന്നത്? ആദ്യത്തെ പ്രോസസ്സ് ഡീകാർബോക്സിലേഷൻ പ്രോസസ്സ് നടക്കുന്നത് എവിടെയാ? ഇതിന്റെ ഉള്ളിൽ മെട്രിക്സിലാണ് നടക്കുന്നത്. അതേസമയം രണ്ടാമത്തെ സ്റ്റെപ്പ് ഇവിടെ നിങ്ങൾക്ക് കാണാം. സെക്കൻഡ് പ്രോസസ് ഇസ് ലൊക്കേറ്റഡ് അറ്റ് ദി ഇന്നർ മെംബ്രെയിൻ ഓഫ് ദ മൈറ്റോകോൺട്രിയ. ഈ മെംബ്രെയിനിലാണ് എന്ത് ചെയ്യുന്നത്? രണ്ടാമത്തെ പ്രോസസ് നടക്കുന്നത്. ഇന്നർ മെംബ്രെയിൻ, മറ്റേത് ഔട്ടർ മെംബ്രെയിൻ ആണ്. ഇന്നർ മെംബ്രെയിനിൽ വെച്ചിട്ടാണ് ഈ പ്രോസസ് നടക്കുന്നത്. ഇനി ഓക്സിഡേറ്റീവ് ഡീകാർബോക്സിലേഷൻ എന്ന് പറയുമ്പോൾ പൈറുവിക് ആസിഡ് ഫോംഡ് ബൈ ദ ഗ്ലൈക്കോളിസിസ് എൻ്റർ മൈറ്റോകോൺട്രിയൽ മെട്രിക്സ് അണ്ടർഗോ ഓക്സിഡേറ്റീവ് ഡീകാർബോക്സിലേഷൻ ബൈ കോംപ്ലക്സ് സെറ്റ് ഓഫ് റിയാക്ഷൻ കാറ്റലൈസ്ഡ് ബൈ പൈറുവിക് ഡീഹൈഡ്രോജനേസ്. ഈ ഓക്സിഡേറ്റീവ് ഡീകാർബോക്സിലേഷൻ എന്ന് പറഞ്ഞാൽ അവിടെ നടക്കുന്ന പ്രോസസ് എന്താണെന്ന് നമുക്ക് പറഞ്ഞു തരാം. ഇവിടെ കാണുന്നുണ്ടല്ലോ, പൈറുവേറ്റ് 3 കാർബൺ കോമ്പൗണ്ട് ആയിരുന്നു. കോഎൻസൈം ചേർന്ന് അസറ്റൈൽ കോഎൻസൈം ആവുന്നു. ഇവിടെ NAD+ എന്ത് ചെയ്യുന്നു? NADH+H ആവുന്നു. ഡീകാർബോക്സിലേഷൻ CO2 റിലീസ് ചെയ്യുന്ന കാണാൻ പറ്റും.
അതാണ് ഇവിടെ കാണുന്നത്. പൈറുവിക് ആസിഡും കോഎൻസൈം എയും NAD+ഉം എന്ത് ചെയ്യുന്നു, Mg2+ന്റെയും അതുപോലെ തന്നെ പൈറുവേറ്റ് ഡീഹൈഡ്രോജനീസ്, ഇവിടെ യൂസ് ചെയ്യുന്ന എൻസൈം ഏതാണ്, പൈറുവേറ്റ് ഡീഹൈഡ്രോജനീസ് എന്ന എൻസൈമും കൂടി ഉപയോഗിച്ചിട്ട് അവിടെ ഉണ്ടാവുന്ന പ്രോഡക്റ്റ് എന്താണ്, അസറ്റൈൽ കോഎൻസൈം CO2 NADH+H+ ആണ് ആവുന്നത്. ബട്ട് കാർബൺ ഡൈ ഓക്സൈഡിന്റെ റിലീസ് ആണ് കാണുന്നത്. ആൻഡ് ഡ്യൂറിംഗ് ദിസ് പ്രോസസ് 2 molecules of NADH are produced from metabolism of 2 molecules of pyruvic acid. 2 molecule of NADH എവിടുന്നാണ് ഉണ്ടാവുന്നത്, നമ്മുടെ ഈ പൈറുവിക് ആസിഡിന്റെ മെറ്റബോളിസം വഴിയാണ്. ആൻഡ് അസറ്റൈൽ കോഎൻസൈം എൻറ്റർ സൈക്ലിക് പാത്വേ ട്രൈകാർബോക്സിലിക് ആസിഡ്, അവിടുന്ന് ഉണ്ടാവുന്ന പ്രോഡക്റ്റ് ആയിട്ടുള്ള അസറ്റൈൽ കോഎൻസൈമയാണ് എന്ത് ചെയ്യുന്നത്, TCA സൈക്കിൾ അല്ലെങ്കിൽ സിട്രിക് ആസിഡ് സൈക്കിൾ അല്ലെങ്കിൽ ക്രെബ് സൈക്കിൾ എന്നൊക്കെ നമ്മൾ പറയുന്നതിലേക്ക് പ്രവേശിക്കുന്നത്. സോ ട്രൈകാർബോക്സിലിക് ആസിഡ് ഓൾസോ നോൺ as ക്രെബ് സൈക്കിൾ ആൻഡ് സിട്രിക് ആസിഡ് സൈക്കിൾ ഫസ്റ്റ് എലൂസിറേറ്റഡ് ബൈ ഹാൻസ് ക്രെബ്സ്. ഹാൻസ് അഡോൾഫ് ക്രെബ് ആണ് ഈ സൈക്കിളിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തത്. അതുകൊണ്ടാണ് നമ്മൾ ഇതിന് ക്രെബ് സൈക്കിൾ എന്ന് പേര് പറയുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് സിട്രിക് ആസിഡ് എന്ന് പേര് വരുന്നത്, ആദ്യത്തെ പ്രോഡക്റ്റ് സിട്രിക് ആസിഡ് ആയതുകൊണ്ടാണ് സിട്രിക് ആസിഡ് എന്നുള്ള പേര് വന്നത്. ഇനി TCA cycle start with the condensation of acetyl group with oxaloacetic acid and water to yield citric acid. Reaction is catalyzed by the enzyme citrate synthase and a molecule of coenzyme A is released. ട്രൈകാർബോക്സിലിക് ആസിഡ് 3 കാർബൺ ആസിഡ് ആണ് ആദ്യം ഉണ്ടാവുന്നത്. അപ്പൊ ആ ഒരു 3 കാർബൺ ആസിഡ് ഫോം ചെയ്യുന്നത് കൊണ്ട് അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ ട്രൈകാർബോക്സിലിക് ആസിഡ് എന്ന് പറയുന്നത്. ആൻഡ് ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ഈ അസറ്റൈൽ കോഎൻസൈം എയും ഓക്സാലോ അസാറ്റിക് ആസിഡും കൂടെ കമ്പൈൻ ചെയ്യുന്നു. അങ്ങനെ 4 കാർബൺ കോമ്പൗണ്ടും 2 കാർബൺ കോമ്പൗണ്ടും കൂടെ ചേർന്ന് 6 കാർബൺ കോമ്പൗണ്ട് ഉള്ള സിട്രിക് ആസിഡ് ഫോം ചെയ്യുന്നു. 4+2 എന്ന് പറഞ്ഞാൽ 6 ആണ്. അങ്ങനെ എന്തായി, 6 കാർബൺ കോമ്പൗണ്ട് ആയിട്ടുള്ള സിട്രിക് ആസിഡ് ഫോം ചെയ്യുന്നു. അവിടെ എൻസൈം ഏതാ ഉപയോഗിക്കുന്നത്, സിട്രേറ്റ് സിന്തേസ് ആണ്, കാരണം സിട്രിക് ആസിഡ് ആണ് ഫോം ചെയ്യുന്നത്. ആൻഡ് കോഎൻസൈം എ സിട്രേസ് is then isomerized to isocitrate followed by 2 successive steps of decarboxylation leading to the formation of alpha ketoglutarate acid and then succinyl coenzyme. അവിടുന്ന് വീണ്ടും ഡീകാർബോക്സിലേഷൻ നടക്കുന്നു. NAD+NADH+ ആയിട്ട് റെഡ്യൂസ് ചെയ്യുന്നു. ആൽഫ കീറ്റോഗ്ലൂട്ടറിക് ആസിഡ് ആവുന്നു. 1 കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ചെയ്തു. അപ്പൊ 6 കാർബൺ എന്തായി, 5 കാർബൺ. പിന്നെ ഇവിടെ നോക്കുക, വീണ്ടും ഡീകാർബോക്സിലേഷൻ നടക്കുന്നു. NADH+H+ ആവുന്നു. GTP ആവുന്നു. അത് വെച്ച് എന്ത് ചെയ്യുന്നു, വീണ്ടും 1 കാർബൺ പോയി അങ്ങനെ അത് 4 കാർബൺ സക്സീനിക് ആസിഡ് ആയിട്ട് മാറുന്നു. ഫർദർ എന്ത് സംഭവിക്കും, ആൽഫ ഗ്ലൂട്ടാറേറ്റ് അണ്ടർഗോ ഓക്സിഡേറ്റീവ് ഡീകാർബോക്സിലേഷൻ, സക്സിനൈൽ കോഎൻസൈം ആവുന്നു. 1 molecule of CO2 റിലീസ്, NADH+ റെഡ്യൂസ് ചെയ്യുന്നു. സക്സിനൈൽ കോഎൻസൈമിൽ നിന്നും സക്സിനിക് ആസിഡ് യൂസ് ചെയ്തു. എന്നിട്ടോ this is coupled with the substrate level phosphorylation of GDP to get GTP and GTP transferred phosphate to ADP forming ATP. അങ്ങനെ എന്താകുന്നു ഇവിടെ, ഈ സക്സിനിക് ആസിഡ് FAD റെഡ്യൂസ് ചെയ്ത് FADH2 ആവുന്നു. ആ സമയം വീണ്ടും CO2 റിലീസ് ചെയ്ത് മാലിക് ആസിഡ് ആവുന്നു. അവിടെ ഡീകാർബോക്സിലേഷൻ അല്ല, ഫോസ്ഫോറിലേഷൻ ആണ് നടക്കുന്നത്. സോ അവിടെ 4 കാർബൺ ആയിട്ടുള്ള മാലിക് ആസിഡ് ആയിട്ടാണ് മാറുന്നത്. പിന്നീടും ഇതാ NADH റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഫോസ്ഫോറിലേഷൻ മാത്രമേ ഉള്ളൂ, ഡീകാർബോക്സിലേഷൻ അല്ല. സെയിം 4 കാർബൺ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് ഓക്സാലോ അസറ്റിക് ആസിഡ് ആവുന്നു. ഈ ഓക്സാലിക് അസറ്റിക് ആസിഡ് എന്ത് ചെയ്യുന്നു, അടുത്ത സൈക്കിൾ കണ്ടിന്യൂ ചെയ്യാണ് ചെയ്യുന്നത്. സോ സക്സിനിക് ആസിഡ് കൺവേർട്ടഡ് ഇൻറ്റു മാലിക് ആസിഡ്, പ്രോസസ് FAD റെഡ്യൂസ്, മാലിക് ആസിഡ് കൺവേർട്ടഡ് ഇൻറ്റു ഓക്സാലോ അസറ്റിക് ആസിഡ്. ഇവിടുന്ന് ഓക്സാലോ അസറ്റിക് ആസിഡ് ആവുന്നു. കമ്പൈൻസ് വിത്ത് അനദർ മോളിക്യൂൾ അസറ്റൈൽ കോഎൻസൈം സ്റ്റാർട്ട് ന്യൂ സൈക്കിൾ, വീണ്ടും പുതിയ സിട്രിക് ആസിഡ് സൈക്കിൾ ഫോം ചെയ്യുന്നു. പ്രോസസ് NAD+ റെഡ്യൂസ് ടു NADH ആൻഡ് സമ്മറി ഇക്വേഷൻ. ഇതിനെ മൊത്തത്തിൽ നമുക്കൊരു ഇക്വേഷൻ ആയിട്ട് പറയാം. അതായത് ആദ്യം എന്താ സംഭവിക്കുന്നത്, ഗ്ലൈക്കോളിസിൽ നിന്നും പ്രൊഡക്റ്റ് ആയിട്ട് വന്ന പൈറുവിക് ആസിഡ്, ഈ പൈറുവിക് ആസിഡ് 4 NAD+, FAD+, 2H2 ADPയും ഫോസ്ഫേറ്റും കൂടെ ചേർന്നു മൈറ്റോകോൺട്രിയൽ മെട്രിക്സിൽ വെച്ചിട്ട് അതെന്തായിട്ട് മാറുന്നു, 3 കാർബൺ ഡൈ ഓക്സൈഡും 4 NADHും 4H++ FADH2+ ATP. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും 1 2 3 CO2 ഫോം ചെയ്യുന്നുണ്ട്. പിന്നെയോ ഇവിടെ FADH2, 4 NADH, H+ ഫോം ചെയ്യുന്നുണ്ട്. ആൻഡ് ഇത്ര ATP, ഒരു ATP റിലീസ് ചെയ്യുന്നുണ്ട്. ഇതാണ് കംപ്ലീറ്റ് ഇക്വേഷൻ ആയിട്ട് നമ്മൾ പറയുന്നത്. ഇനി എങ്ങനെ ക്വസ്റ്റ്യൻസ് വരുന്നത് നോക്കാം. ഒബ്സർവ് ദ ഫോളോയിങ് പാത്വേ ഓഫ് അനൈറോബിക് റെസ്പിറേഷൻ. കണ്ടല്ലോ, ഇവിടെ റിയാക്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഗ്ലൂക്കോസ് ഗ്ലിസറാളിയുടെ 3-phosphoglyceric ആസിഡ് ആവുന്നു. ഐഡന്റിഫൈ ദ പ്രോഡക്റ്റ് A and B. ഗിവ് ആൻ എക്സാമ്പിൾ ഓഫ് ഓർഗാനിസം ഇൻ വിച്ച് എനി ഓഫ് ദീസ് പ്രോഡക്ട്സ് ആർ ഫോംഡ്. ഈ ഇക്വേഷൻ എന്ന് പറയുന്നത് എവിടുന്ന, ഗ്ലൂക്കോസിന്റെ ബ്രേക്ക് ഡൗൺ ആണ്. അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും ലാക്ടിക് ആസിഡ് ബാക്ടീരിയയിൽ നിന്നും ഈത്തേൽ ആൽക്കഹോൾ CO2 ആണ്. അനൈറോബിക് റെസ്പിറേഷന്റെ കേസിലാണ് ഇവിടെ പറയുന്നത്.
പിന്നെ ഇതാ നോക്കി, ഒബ്സർവ് ദ ഇക്വേഷൻ. പൈറുവിക് ആസിഡ് കോഎൻസൈമെ NADH ആയിട്ടും Mg2+ അസറ്റൈൽ കോഎൻസൈമെ ഫോം ചെയ്യുന്ന പ്രൊഡക്ട്സ്. ഇതിനെ നമ്മൾ പറയുന്നുണ്ട്, എവിടെ ഇത് നടക്കുന്നത്, ആദ്യത്തെ സ്റ്റെപ്പാണ് നമ്മുടെ എയറോബിക് റെസ്പിറേഷനിലെ ആദ്യത്തെ സ്റ്റെപ്പാണ്. ഇവിടെ എ എന്ന് പറയുന്ന എൻസൈം ഏതാണ് നമ്മൾ പഠിച്ചിരുന്നു, പൈറുവേറ്റ് ഡീഹൈഡ്രോജിനേസ് ആണ്. ഇത് നടക്കുന്ന എവിടെയാ, നമ്മുടെ മൈറ്റോകോൺട്രിയൽ മെട്രിക്സിലാണ് ആദ്യത്തെ സൈക്കിൾ നടക്കുന്നതാണിത്. ഇനി ഇതാ, ഒബ്സർവ് ദ ഫിഗർ ഓഫ് സിട്രിക് ആസിഡ് സൈക്കിൾ, വേർ ഡസ് ഇറ്റ് ടേക്സ് പ്ലേസ്. ഈ സെല്ലിൽ ഇത് എവിടെ നടക്കുന്നു എന്നാണ്, മൈറ്റോകോൺട്രിയൽ മെട്രിക്സ് തന്നെ എഴുതണം. മൈറ്റോകോൺട്രിയൽ എഴുതിയാൽ പോരാ, മൈറ്റോകോൺട്രിയൽ മെട്രിക്സിലാണ് നടക്കുന്നത്. റൈറ്റ് ദ നെയിം ഓഫ് കോമ്പൗണ്ട്സ് മാർക്ക്ഡ് ABCD. ഇതിൽ എ എന്ന് പറയുന്നത് സിട്രിക് ആസിഡ്, ബി എന്ന് പറയുന്നത് സക്സിനേറ്റ് അല്ലെങ്കിൽ സക്സിനിക് ആസിഡ്, സി മാലിക് ആസിഡ് ആൻഡ് ഡി എന്ന് പറയുന്ന ഏതാണ്, ഓക്സാലോ അസറ്റിക് ആസിഡ്. ഇതുപോലെ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ആയിട്ടും ക്വസ്റ്റ്യൻ വരുന്നതാണ്. സോ സിട്രിക് ആസിഡ് സൈക്കിൾ നല്ല വൃത്തിയിൽ തന്നെ പഠിച്ചു വെക്കുക. അപ്പൊ ക്വസ്റ്റ്യൻസും കോൺസെപ്റ്റും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഓരോ സമയത്തും നടക്കുന്ന ഡീകാർബോക്സിലേഷൻ, ഫോസ്ഫോറിലേഷൻ സ്റ്റെപ്സ് മനസ്സിലാക്കുക, എന്ത് എൻസൈം ആണ് യൂസ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക, അസറ്റൈൽ കോഎൻസൈം എവിടെ ഉണ്ടാവുന്നു, ഓക്സാലോ അസറ്റിക് ആസിഡ് എവിടെ നിന്ന് കമ്പൈൻ ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളും പഠിച്ചു വെക്കുക. ആൻഡ് കംപ്ലീറ്റ് ഇക്വേഷനും പഠിച്ചു വെക്കാൻ ഓർക്കുക. So all the very best. Bye.